ഹലോ ഗായ്സ്, ഐ എം ഹിയർ വിത്ത് ഹേ ഗെയിമർ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഹൗസ് മേക്കിംഗ് പാർട്ട് 2 വീഡിയോട്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഹൗസ് മേക്കിംഗ് പാർട്ട് 2 ആണ്. അപ്പോൾ ഹൗസ് മേക്കിംഗ് ഒരു ഹൗസ് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുമല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇത് അങ്ങനത്തെ ഒരു ഹൗസല്ല, ഇറ്റ്സ് അണ്ടർ വാട്ടർ ഹൗസ്. അപ്പോൾ ഇത് എല്ലാം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒന്ന് പാർട്ട് 1 പോയി കാണുക. പാർട്ട് 1 കണ്ടാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഇതിനെക്കുറിച്ച് ഇത് മനസ്സിലാവും എങ്ങനെയാണ്. ഇപ്പം നമ്മൾ വീടുണ്ടാക്കിയാണ്, കുറച്ച് പണി നമ്മൾ തുടങ്ങിയിരിക്കണേ. നമുക്ക് ബാക്കി ചെയ്യാണ്ട് നമ്മൾ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഒന്നും റെഡി ആക്കിയില്ല. എല്ലാം ലാസ്റ്റ് നമ്മൾ സെറ്റപ്പ് ആക്കും. ലാസ്റ്റ് വെക്കണതാണ് നല്ലതെന്നാണ് എൻ്റെ മനസ്സ് പറയണത്. നമ്മളെല്ലാം റെഡിയാക്കും. 1 മിനിറ്റ് ഡിസ്കണക്റ്റഡ് ഫ്രം ഹോസ്റ്റ് 1 മിനിറ്റ്. ഒരു മിനിറ്റ് ഇട്ടാൽ ഞാൻ നോക്കട്ടെ കിട്ടുമെന്ന് തോന്നുന്നു. ചിലപ്പോൾ എനിക്ക് ടൈം എടുക്കും. മൈൻക്രാഫ്റ്റിന് നെറ്റ് വേണ്ടല്ലോ, ഞാൻ പോക്കിക്കണം നെറ്റൊക്കെ. കിട്ടുമോ അറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം ഗായ്സ്. നമുക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടും എന്തായാലും ഉറപ്പാണ്. അതെന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഗായ്സ്. നമ്മളെത്തി. സ്ഥലം മാറി ഒന്നും വിചാരിക്കണേ തന്നെ കേട്ടോ. ബാക്കിലുണ്ടാ എവിടെ മുന്നോടാ, ഇവിടെ മുൻഭാഗല്ലേ? ഇവിടെ കേട്ടോ കാശ്. നമുക്ക് ഇങ്ങനെ ബ്രിഡ്ജ് ഉണ്ടാക്കിയില്ല. നമുക്ക് ഇവിടെ സ്പേസ് ഉണ്ട് കേട്ടോ. ഞാൻ പറയാം, ഇവിടെ ഈ ലാഡർ ഉണ്ടല്ലേ, അവിടെ നിന്ന് നമുക്ക് കയറണം. ഇവിടെ ഒരു ഗ്ലാസ് വാട്ടർ നമ്മൾ സെറ്റാക്കാൻ പോവാണ്. ആക്കിയില്ല, അതിന് മുമ്പ് നമുക്ക് അടിയൊക്കെ സെറ്റാക്കാം. അടിയൊക്കെ സെറ്റാക്കാണ്ട് കുറേ പണിയുണ്ട്. അവിടെ ഒന്നും വേണ്ടെന്ന് ഞാൻ പറയാം. അവിടെ എല്ലാം ഇത് ഞാൻ പറഞ്ഞുതരാമല്ലോ. നമുക്ക് സെറ്റാക്കാം ഗൈസ്, സെറ്റ് ആക്കാം. ഒരു മിനിറ്റ്, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, വൃത്തിയാക്കാം. ഇത് എടുക്കണം. ഇപ്പോഴത്തേക്ക് ഇതിൽ നമുക്ക് ട്രൈ ചെയ്യാം. ഇവിടുന്ന് ഇത് വെള്ളമായിട്ടാ, നീങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നും. വെള്ള ഗ്ലാസ് ആണ് ഇതെല്ലാം ഇല്ലേ? ഇറ്റ്സ് ഓഫ് കോഴ്സ്. ഇനി ഇതിൻ്റെ അടി തറയിടുന്ന മറിച്ചൊരു പണി ഉണ്ടാവില്ലോ. ഞാൻ നോക്കാം ഗൈസ്. വീക്കാൻ ഇനി ഇവിടുന്ന് കൊടുക്കണം ഗൈസ്. ഇതൊക്കെ പെട്ടെന്നാക്കാം. ഇതെന്താ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്. ഇനി ഇതുകൊണ്ട് വെച്ച ഞാനുണ്ട്. രസമുണ്ടോ എന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങൾ ലാസ്റ്റ് പറയാം രസമുണ്ടോ ഇല്ല നോക്കാം. ഇതിപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമോയെന്ന് അറിയില്ല. കിടിലം ഹൗസ് ആട്ടത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം. കളി എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. സംഭവം എന്താണെന്നുണ്ട്, കളി നോക്കാറാത്ത മതി. ഞാൻ ഓരോന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് മേലെ വരെ എത്തിച്ചിട്ട് കാണാം ഗൈസ്. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയുള്ള പണി പറഞ്ഞാൽ നമുക്ക് മതിൽ ഫിനിഷ് ആക്കണം. അണ്ടർ വാട്ടർ മതിൽ മാത്രം വെക്കല്ലേ ഗൈസ്. ഇതേട്ടോ കുറച്ച് പണി കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും അങ്ങനെയൊന്നും കഴിയില്ല. ഈ വെള്ളത്തിൻ്റെ ഇത് പോയി ഗൈസ്. എങ്ങനെ ഉണ്ടേനോ, ഷെയ്ഡ് ഉണ്ടായിരുന്നു ഗൈസ്. ഷെയ്ഡ് പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെക്കാം, അതൊന്നും പ്രശ്നമില്ല. എന്നാൽ നോക്കാം ഗൈസ്. ഷെയ്ഡ് പോയിട്ടുണ്ട്, അത് നമുക്ക് റെഡിയാക്കാം. ഇനി ഗ്ലാസ് ഈ ഒരു ഇതിൽ ഇങ്ങനെ പോരാ. ഇനി ഇവിടുന്ന് അങ്ങനെ വെച്ച് പോവുക. ഇപ്പം നിങ്ങൾക്ക് സംഭവം കുറച്ചൊക്കെ പിടി കിട്ടിയെന്നാണ് എൻ്റെ മനസ്സ് പറയണേ. കുറച്ചെങ്കിലും പിടി കിട്ടിയിട്ടുണ്ടാവും എൻ്റെ മുഖത്തിൽ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അത്രക്കും ബുദ്ധിയില്ലാത്തവരൊന്നുമല്ലല്ലോ. മനസ്സിലായില്ലേ ഞങ്ങൾക്ക് സംഭവം എന്താ? മനസ്സിലായില്ലേ? അത് മതി. മനസ്സിലായി ഉണ്ടാവുമല്ലോ അല്ലേ? ആയി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആയില്ലെങ്കിൽ പറയാം, ഞാൻ മനസ്സിലാക്കി തരാം. ഇത് നമ്മൾ 2 കെട്ടിൻ്റെ അതും പ്രശ്നമാണല്ലോ.
നമുക്ക് റെഡിയാക്കാം. ഇതൊക്കെ എന്തിനാ വെക്കണമെന്ന് വെച്ചാൽ ഇതൊക്കെ മതിലാട്ടോ ഗൈസ്. ഇതൊക്കെ മതിലാണ്. നമ്മൾ അണ്ടർ വാട്ടർ ഹൗസല്ലേ, നമ്മൾ അടിയിലും ഇതിട്ടു കേട്ടോ. അടിയിലും നമ്മൾ കട്ടിടും, അതും ഗ്ലാസ് തന്നെ. കാരണം എന്താ വെച്ചാൽ അടിയിൽ കട്ടിട്ടില്ലെങ്കിൽ എന്നാലും ഉണ്ടാവും വെള്ളം. ഇത് ഏതാണ് ജീവി കാണാൻ അടിച്ചാക്കൂല. ബുഡന്മാർ മൊത്തം ഇങ്ങോട്ടേ വരുള്ളൂ, വേറെ ഓടുക്കും പോലും. എൻ്റെ മുമ്പ് വന്നാണ്ട് നിൽക്കും. ചിലപ്പോൾ അതന്നെ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് നോക്കാം ഗൈസ്. പണിയിലാണ്. നമുക്ക് നോക്കാം. ഇതൊക്കെ വെക്കണം. ഒരു വഴിയുണ്ട്. ആലി വേണ്ട, പെട്ടെന്ന് തന്നെ തീർക്കാം. ആ ഒരു ഒതുക്കത്തിൽ കിട്ടിയില്ലാണ് ഞാൻ പൊട്ടിക്കൂട്ട. അതിൻ്റെ ഇതാണ്. എന്തായാലും അവിടെ അല്ലേ. എന്തൊക്കെയാടാ നടക്കണേ? എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് ഗൈസ്. ഐ ഹാവ് ദോഷ്യം. ഇനി ഈ ഇടയൊക്കെ ഒന്ന് കയറിക്കേ. എന്നിട്ട് അടി നമ്മളിനി ഒതുക്കൊന്നും നോക്കണില്ല, പെട്ടെന്ന് തീർക്കുക. അതാണ് ഇനി നമ്മളെ പണി. എത്ര പെട്ടെന്ന് തീർക്കാൻ കഴിയും അത്ര പെട്ടെന്ന് നമ്മൾ തീർക്കാൻ പോകണം. ഇത് തീർന്നുണ്ട് ഗൈസ്. തീർന്നിട്ട് വിശ്വാസമില്ല, ഞങ്ങളൊന്ന് കണ്ടു നോക്കി ഗൈസ്. ഇപ്പോൾ മനസ്സിലായി നമ്മളിത് തീർക്കുന്നു. ഇതൊക്കെ ഭയങ്കര സുഖമാണ്. എന്തായാലും നമുക്ക് ഈ മതിൽ പണിയൊക്കെ തീർന്നിട്ട് കാണാം. എന്തായാലും വെറുതെ ഇരിക്കല്ലേ, ആ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് നോക്കിയിടാം. 300 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എന്നാലും ബാക്കി കാണാം മതിലൊക്കെ വെച്ചിട്ട് ഗൈസ്. അതും അങ്ങനെ കഴിഞ്ഞു കേട്ടോ. മതിൽ പണി എല്ലാം നമ്മൾ സുഖത്തിൽ തീർക്കും. മനസ്സിലായാ? ഉണ്ട് ഈ പെരേന്ന് വരുമ്പോൾ അങ്ങനെ ഓരോ ലുക്ക്. നമ്മൾ ഈ പെരപ്പണി ഇപ്പോഴത്തൊന്നും കയ്യിലട്ടാ. വേറെ ഒരു കാരണമുണ്ട്. എന്താ അറിയോ, ഞാൻ ഒരു കാര്യം ആലോചിച്ച് കൊടുക്കുകയാണ്. ഇവിടുന്ന് സ്റ്റെപ്പ് വെച്ച് മേലേക്ക് കയറുക. മേലെന്ന് ഒരു മേലെ വേണോ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. മേലെ വേണോ വേണ്ടോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യ്. വേണമെങ്കിൽ നമ്മൾക്ക് സെറ്റാക്കാം, അല്ലെങ്കിൽ അടുത്ത് ഫൈനൽ പാർട്ടാവും. അപ്പോൾ പെട്ടെന്ന് രസം ഉണ്ടാവില്ല. മേലെ നമുക്ക് ഉണ്ടാക്കാം, റെഡിയാക്കാം. അങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ വെള്ളം ഇവിടുന്ന് വരുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. വേറെ ഇവിടുന്ന് ഗ്ലാസ് നിന്നാണ്, അല്ല അടിയിൽ നിന്നാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ അടിയും കൂടി മറക്കാൻ പോണ്. അപ്പം ഇനി ഇവിടുന്ന് വരികയെന്ന് എനിക്കൊന്ന് കാണണമല്ലോ നമ്മുടെ ഓരോക്കെ കളി. അപ്പോൾ നിങ്ങളൊന്ന് 2x പോയി കണ്ടിട്ട് കേട്ടോ. എന്നിട്ട് 2x വേറെ ഉള്ള നിങ്ങൾ കണ്ടു പോയിട്ടുണ്ടോ എന്ന് കഴിഞ്ഞാലും 80 പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് 2x കാണാം. സെറ്റാക്കാം. കളറൊക്കെ ഗൈസ് ഒരു 2x കണ്ടു കേട്ടോ. ഗൈസ് അങ്ങനെ അതും കഴിഞ്ഞു. ഇപ്പം ഇവിടെ വെള്ളമില്ല മോനെ. എവിടെയെങ്കിലും വെള്ളം വരുന്നുണ്ടോ? ചെറിയ ഡൗട്ട്. അതെങ്ങനെ ശരിയാവും? വെള്ളം ഇപ്പോൾ എവിടുന്നാണ് വരുന്നത്? നിങ്ങൾക്ക് ഡൗട്ടുള്ളൂ. ഒരു മിനിറ്റേ, ഇവിടെ കോണി വേണ്ട. ഇവിടെ ഫ്ലോർ തന്നെ വെക്കാം. എന്നിട്ട് അവിടെ നിന്ന് മൂടി നോക്കട്ടെ. എന്താ സംഭവം ഇപ്പോഴും മനസ്സിലായില്ല നേർക്ക്. ഇവിടെ വെള്ളം ഉണ്ടെന്നാണ് പറയണത്. ഇപ്പോൾ ഇവിടെ വെള്ളം ഉണ്ടോ? ഇല്ല. പക്ഷെ മേലെ നിന്ന് എവിടുന്ന വെള്ളം വരാനേ അത് മനസ്സിലായില്ല. മേലെ നിന്നൊരു വെള്ളം വരാനുമില്ല, വരുന്നുണ്ട്. അപ്പം ഇനി ഇങ്ങനെ ഇറങ്ങാൻ കഴിയില്ല. ക്ലാസ്സുള്ള വൈറ്റ് കോൺക്രീറ്റ് ഒക്കെ വൈറ്റ് കോൺക്രീറ്റ് ഇനി എന്തെങ്കിലും വഴി ഉണ്ടാക്കാം മേലെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ. ആലോചോടെ എൻ്റെ
ഇല്ലാത്ത ബുദ്ധിയിൽ എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കട്ടെ. ആലോചിച്ചേക്കാം. സെറ്റാക്കാം വഴിയുണ്ടാക്കാം. വല്ലതും കഴിയും നമുക്കറിയില്ല. നമുക്ക് ഞാൻ ഒരു കാര്യം നോക്കട്ടെ. ഇത് ടേബിളിൽ നിന്ന് അതിനടിക്കൽ നോക്കട്ടെ. ടേബിൾ എല്ലാവരും പേരും മറന്ന് ഇതന്നെ സ്കാഫോളിങ്. ഇവിടുന്ന് ഇതെടുക്കോ. എന്ത് സംഭവം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം ഇവിടെ എങ്ങനെ വെള്ളം വന്നത്? ഇത്രക്കും നേരം വെള്ളമില്ലാത്ത സ്ഥലത്ത് എങ്ങനെ വെള്ളം വന്നു? ഗ്ലാസ് എടുത്ത് ശരിയാവില്ല. ഇത്രക്കും നേരം വെള്ളമില്ലല്ലോ. എവിടെയെങ്കിലും ഓട്ട എന്തെങ്കിലും ഉണ്ടോ? വെള്ളം ഇവിടെ ഉണ്ട്. എവിടുന്നാണ് ഈ വെള്ളം വരുന്നത്? മനസ്സിലാകുന്നില്ല. ക്ലാസ് എവിടെ ഓട്ടൊന്നുമില്ലല്ലോ എന്ന് ഞാൻ നോക്കണേ. ഇതെങ്ങനെ എനിക്ക് മനസ്സിലാവില്ല ഗൈസ്. എല്ലാം മൂടിക്കണില്ലേ? അപ്പോൾ അവിടെ വെള്ളം വന്ന് ഇപ്പോൾ ഇവിടെ ഒന്നും വെള്ളം ഇല്ലല്ലോ. പക്ഷേ എവിടെ നിന്നാണ് ഈ വെള്ളം? എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? കമൻറ്റ് ബിലോ. ഇത് എവിടെ നിന്നാണ്? വെള്ളത്തിലെടുക്കാനൊന്നും കഴിയില്ല. വഴി ഉണ്ടാക്കണം. എന്തൊക്കെയായാലും ഇങ്ങനൊക്കെ ആയതല്ലേ മനുഷ്യനോ. ഇനി ഇതൊന്നും അങ്ങനെ കേട്ടോ. ഈ വെള്ളം എവിടെ നിന്നാണ് വരുന്നത്? വെള്ളം ഞാൻ അവിടെ നിന്നുണ്ടാവും അല്ലേ? ഓക്കെ, ഞാൻ നിർത്തി തരാം എല്ലാം. പോട്ടെ. ഗ്ലാസ് എല്ലോ അവിടെ എവിടെയെങ്കിലും ഓട്ടമുണ്ടാ? ഇവിടെ നിന്നാണെന്ന് എല്ലാവരും പറഞ്ഞത്. എല്ലാവരും നല്ല തോന്നുന്നത്. അതും അടച്ച്. ഇനി എവിടെ നിന്ന് വരാനാണ് ഇതൊക്കെ? നല്ല ഡൗട്ടുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും അറിയാണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. നമുക്കിത് വഴി ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം. മീൻ ഇവിടെ ഉള്ളതുകൊണ്ടോ? ഇനി മീനെ കൊണ്ട് കൊന്നാലോ? കൊല്ലുമല്ല, എന്ത് ചെയ്യാനോ? ഇതൊക്കെ എവിടെ മീൻ എവിടുന്ന് പോകുന്നുണ്ട് നിൻ്റെ ഊഹം. ഒറ്റയടിക്ക് കൊന്നുണ്ട്. മീനുള്ളതുകൊണ്ടൊന്നുമല്ല, മീൻ എവിടുന്ന് പോകുന്നുണ്ട് എൻ്റെ ഊഹത്തിൽ. ഇവിടെ എവിടെയോ ഒരു മീനുണ്ട്. അല്ല, ഓട്ടമുണ്ട് സാധ്യത. അല്ലാതെ ഇതിങ്ങനെ ശരിയാവില്ല. പറഞ്ഞാൽ ശരിയാവില്ല. ഇതെങ്ങനെ വർക്കാവില്ല. കത്തിരി പൊട്ടിലും കറക്റ്റ് ആവണ്ട. ഇതെന്ത് കഷ്ടമാണ്. ശരിയാവില്ല ഗൈസ്. ഇതിനെക്കുറിച്ച് അറിയണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. വേറെ ഇവിടെ ഓട്ടമില്ല. നമുക്ക് നിർത്താം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. എന്തായാലും ഇന്നത്തെ ഇവിടെ ഇത്രയുള്ളൂ. പോണേ. ടാറ്റാ.